കലമാണ് ഇത് ഈ കലത്തിന്റെ അടി മാത്രമാണ് ചൂട് തട്ടുള്ളൂ, അല്ലെങ്കിൽ ആവി തട്ടിയിട്ട് പൊട്ടിപ്പോവും. 100ഓളം വീർന്ന ഉപ്പ് അടിയിലുണ്ട്. അതിന്റെ അടിയില് ആ ചൂട് പോകാതിരിക്കാൻ അറിയില്ല അതിനെ പറ്റി. കന്നാലിന് ഇറക്കാൻ പാടില്ല, മരം വെട്ടുകയും കന്നാലിന് ഇറക്കി, ഈ 2 കേസാ. കഴുത്തു തലവോ വണ്ടിക്കിട്ട് അയാളുടെ കാലിന്റെ എവിടെയാ പിടി, ആള് മരിച്ചു പോയില്ലേ. പശുവിനെ ഇവിടുന്ന് കൊണ്ടുപോയതായിരിക്കും, ഇവിടുന്ന് കാസർഗോട്ടേക്ക് കൊണ്ടുപോകാ. ഹായ്, നമസ്കാരം കേട്ടോ. അപ്പൊ ഇന്ന് നിൽക്കുന്നത് കർണാടകയിലാണ്. ഇവിടെ വന്ന് എന്താ വെച്ചാൽ ഇവിടെ ഒരു പുകപ്പര കാണാനായിട്ട് വന്നിട്ടുള്ളതാണ്. ആ കാണുന്നത് സാധാരണ നമ്മളെ റബ്ബർ ഷീറ്റ് ഒക്കെ പുകയിട്ടുണക്കുന്ന ഒരു പുകപ്പരയാണ്. അതിനൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. നമ്മളൊക്കെ ഇപ്പൊ സാധാരണ പുകപ്പരക്കകത്ത് ഷീറ്റ് പുകയിട്ട് ഉണക്കല്ലേ ഉള്ളൂ. അപ്പൊ അതിനുള്ള ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് ഷീറ്റ് പുകയിട്ട് ഉണക്കുന്ന കൂടെ തന്നെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളവും കുളിക്കാനും ഇല്ല മറ്റാവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ചൂടുവെള്ളം കൂടെ നമുക്ക് ആ ഒരു പുകപ്പരക്കകത്ത് നിന്ന് കിട്ടുന്നതാണ്. ഇപ്പൊ ആ മഞ്ഞ ഷർട്ട് ടങ്കിളാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ അങ്കിളിനോട് തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോയിട്ടൊന്ന് ചോദിച്ച് കണ്ട് മനസ്സിലാക്കാം നമുക്ക്. അങ്കിളെ നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. അതെ. അപ്പൊ അങ്കിളെ അതിന്റെ കുറിച്ച് ഒരു എന്താ പറയാ, വെള്ളം കിട്ടുമോ? ഇത് ഞങ്ങള് ഷീറ്റ് പോയിടുമ്പോ വെള്ളം ചൂടാവും. വെള്ളം ചൂടായാല് എത്ര ദൂരെ വേണമെങ്കിലും ഇത് പോവും. ഇപ്പൊ നമ്മുടെ കുളിമുറിയില് ടാപ്പ് തുറന്നാൽ അപ്പ ചൂടുവെള്ളം. ഞങ്ങള് ഷീറ്റ് പോകട്ട് കഴിഞ്ഞാൽ ഷീറ്റ് പോകട്ട് ഉണങ്ങി കിട്ടുകയുള്ളൂ. വെള്ളം തരെ ചൂടാക്കി എവിടെ കിട്ടുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുമില്ല. ഈ ടെക്നിക്ക് വശം എന്ന് പറഞ്ഞാല് ഒരു സാങ്കേതിക വിദ്യ പറഞ്ഞുതരാം. ഭയങ്കര സെറ്റപ്പ് ആണല്ലോ ഇതിനകത്ത് അല്ലേ? ഇതിലൊരു 1000 സീറ്റ് മുകളിൽ പോകും. 1000 സീറ്റ് പോകും. അതെ. ഈ കലമാണ് ഇത് ഈ കലത്തിന്റെ അടി മാത്രമാണ് ചൂട് തട്ടുള്ളൂ. ബാക്കി കോൺക്രീറ്റിന്റെ മുകളിലാണ് ഈ കല ഇരിക്കുന്നത്. കോൺക്രീറ്റ് അത് ഈ ഇഷ്ട വെച്ച് കെട്ടിയിട്ട് ഇതിന്റെ ഉള്ളില് 20 അടി മിറ്റിലിട്ട് വെക്കുക, ചൂട് നിൽക്കാൻ വേണ്ടി കലത്തിന് ചുറ്റും. ഇതൊക്കെ മെറ്റലാണോ? അതെ അതെ, ഇതെല്ലാം മിറ്റിലാ. ഇതല്ലേ അതെ. ഈ ചൂട് ഇതിൽ നിലനിൽക്കാം 4 ദിവസം. ഈ ചൂടുവെള്ളം ഇതിന്റെ അകത്ത് നമ്മൾ തീ കൊടുത്തില്ലെങ്കിൽ ഉണ്ടാവും. ഈ 4 ദിവസവും അവിടെ വരും. കുളിക്കുന്നിടത്ത് ഈ വെള്ളം 4 ദിവസത്തേക്ക് ഉണ്ടാവും. വെള്ളം പിന്നെ ചൂടാക്കണ്ട. പിന്നെ ഈ തീ ഇടുമ്പോ ഈ ഷീറ്റ് പുകയാൻ വേണ്ടിട്ട് ഈ പുകയും തീ ഇതിലെ വന്നിട്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് ചൂടും പുകയും മാത്രമേ കിട്ടുള്ളൂ. ഷീറ്റിന് ഒരു കുഴപ്പമില്ല. ഷീറ്റ് പൊള്ളക്കൊന്നും ചെയ്യൂല, ഒന്നുമില്ല. 3 കിട്ടും ഷീറ്റ്. 3 4 അല്ല 3ലാണ് നമ്മൾ ഷീറ്റ് കൊടുക്കുന്നത്. അത് കാണിച്ചു തരാം, ബില്ല് കാണിച്ചു തരാം. എല്ലാ ഷീറ്റ് ഇതെന്താ ഈ 4 ഇതിൽ കൂടെ വന്നിട്ട് ഈ പുക ഇവിടെ തട്ടും. ഇവിടെ തട്ടി കഴിഞ്ഞിട്ട് ഈ ചൂടും പുകയും മാത്രമാണ് ഷീറ്റിന് ഉള്ളുള്ളൂ. ഇത് എത്ര സംഭവം ആക്കല്ലോ തുടങ്ങിയിട്ട്? ഇതൊരു 6 മാസം, ഒരു 8 മാസമായിട്ട് 8 മാസമായിട്ടുണ്ട്. ഇത് എല്ലാം ഇരുമ്പ് പൈപ്പാ. കണ്ടോ, ഇതൊരു ഭയങ്കര ഐഡിയ ആണ് കേട്ടോ. നമ്മളെ റബ്ബർ ഷീറ്റ് പോകുന്നതിന്റെ കൂടെ അത്രയും വിറകും തീയും വെറുതെ കത്തിപ്പോ. അപ്പൊ ആ കൂടെ തന്നെ നമുക്ക് ഈ വെള്ളം ചൂടാൻ വേണ്ടിയ പ്രഷർ കൊണ്ട് ഇതിന് 25 നെട്ടും പൊട്ടുക, 24 നെട്ടും പൊട്ടി ഇട്ടാ മുറിക്കേക്കുന്നതിന്റെ. അതെ അതെ. ഈ വെള്ളം ചൂടാന്ന് വെച്ചാല് മുകളിലത്തെ വെള്ളം പച്ചയാണെങ്കിൽ അടിയിലത്തെ വെള്ളം ചൂട് പിടിക്കുമ്പോ തന്നെ നമുക്ക് അവിടെ കിട്ടും. അടിയിലാണ് ചൂടുവെള്ളം പോകുന്നത്, മുകളിലാണ് പച്ചവെള്ളം വരുന്നത്. ഈ കലത്തിനൊരു ഇതിന്റെ ഉള്ളിൽ ഒരു പ്രത്യേകതയുണ്ട്. അപ്പൊ വെള്ളം ചൂടായി തുടങ്ങുമ്പോ തന്നെ നമുക്ക് അവിടെ കിട്ടും. അവിടെ ചൂടുവെള്ളം കിട്ടും. മുകളിലത്തെ വെള്ളം പച്ചവെള്ളം ആയിരിക്കും. മുകളിലത്തെ പൈപ്പ് ഈ വരുന്ന പൈപ്പ് പച്ചവെള്ളം മുകളിൽ, അടിയിൽ നിന്ന് വരുന്നതാണ് ഈ ഇങ്ങോട്ട് പോകുന്ന പൈപ്പ്. അത് ചൂടുവെള്ളം. അടിയിൽ ചെറിയ ചൂട് കിട്ടുമ്പോൾ തന്നെ വെള്ളം അവിടെ ചൂടായി വരും. എത്ര നീളത്തെ കിട്ടും? ഇതിപ്പോ 40 അടി നീളമുണ്ട്. 40 അടി നമ്മുടെ ബാത്റൂമിലേക്ക് അങ്ങോട്ട് 40 അടി പൈപ്പ് ഇട്ടുണ്ട്. കിട്ടും. കിട്ടും ചൂടുവെള്ളം കിട്ടും. ചൂടുവെള്ളം അതല്ല, എത്ര ദൂരം വേണമെങ്കിലും കിട്ടും. ഇതിപ്പോ കൊറേ ഷീറ്റൊക്കെ പോകിടുന്നവർക്കാണെങ്കിൽ നല്ല സുഖമാണല്ലോ അല്ലെ? അതെ അതെ. ഇനി 3 ദിവസത്തേക്ക് തീ ഇട്ടില്ലെങ്കിലും ചൂടുവെള്ളം ഉണ്ട്. 4 ദിവസം നല്ല ഒന്നുമില്ല. അതല്ല ആ കലത്തിന്റെ ഏറെ പോയില്ല. ഈ കലത്തിനകത്തുള്ള വെള്ളമല്ലേ ചൂടാകുള്ളൂ? അതെ അത്രേ ഉള്ളൂ. പിന്നെ ചൂടാണെന്നുണ്ടെങ്കിൽ പിന്നെ അടുപ്പിലെ തീയെല്ലാം നിൽക്കില്ല. ഒരു ദിവസം നമ്മൾ കത്തിച്ച 2 ദിവസത്തേക്ക് ചൂട് നിൽക്കില്ല അടുപ്പിൽ. അതെല്ലാം ഇഷ്ടം കൊണ്ട് കെട്ടിയേക്കുന്നില്ലേ സൈഡ്. ആ ഇഷ്ടയുടെ ചൂട് ഈ കല്ലിന്റെ ചൂടിൽ ഒരു 4 ദിവസം വരെ ചൂട് നിൽക്കും. ഭയങ്കര ഐഡിയ ആണ് കേട്ടോ. ഇതിനകത്ത് ഇപ്പോഴും വെള്ളം ഉണ്ടാവും. അതിനകത്ത് വെള്ളമുണ്ട്. ഒന്ന് അതിനെല്ലാം നെട്ടും പൊട്ടിട്ട് അത്ര സ്ട്രോങ്ങിൽ ചെയ്തേക്കുന്നത്. ഇത് ഇരുമ്പിന്റെ പൈപ്പല്ലേ? അത് ഇരുമ്പിന്റെ പൈപ്പ്. ഇതെല്ലാം സ്റ്റീൽ കണ്ടോ, കലർ സ്റ്റീലാ. നോട്ടെ, ഇപ്പൊ ചൂടുണ്ടോ ഇതിനകത്ത്? ഇല്ല, വെള്ളം ആക്കണം അല്ലേ? വെള്ളം ആക്കണം. ഇപ്പൊ 4 ദിവസം കഴിഞ്ഞു. ഇത് തീ ഇവിടെയാണ് ഇടുന്നത്. തീ ഇവിടെയാണ് ഇത്. വലിയ അടുപ്പാണല്ലേ? ഏത് മുട്ടിയിട, അതിനുള്ളിൽ പോകുന്ന ഏത് മുട്ടിയിട്ടേക്കാം. അടിയിൽ ഫുള്ള് കോൺക്രീറ്റ് ചെയ്തേ. അടി കോൺക്രീറ്റ്, സൈഡ് ഈ ചൂടുകട്ട വെച്ച് കിട്ടിയത്.
ഇത് എത്ര ദിവസം എടുത്ത് പണി ഇതാക്കാന്? അത് നമ്മള് കുറേശ്ശെ എടുക്കത്തില്ലേ, അപ്പൊ എത്ര ദിവസം എടുക്കുന്നുണ്ടെന്ന് ഞങ്ങൾ പറയുന്നത്. തന്നെ എടുത്താണ് അത് വേറെ പണിക്കാരെ വെച്ച് പണിക്കാർക്കൊന്നും അറിയില്ല എങ്ങനെ ഈ ടെക്നിക്ക് വശം പണിക്കാർക്ക് എങ്ങനെ അറിയുന്നത്. നമ്മള് എല്ലാ ടെക്നിക്ക് വശങ്ങളുണ്ട് ഉണ്ടാക്കുന്നല്ലേ, ഓരോന്ന് ഉണ്ടാക്കി നോക്കുന്നല്ലേ. ഇതൊക്കെ നിങ്ങള് നെട്ടും ബോൾട്ടൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്താ? അല്ല നമ്മള് ഇവിടെ എല്ലാ മെഷീനറിയും ഉണ്ടല്ലോ, വെൽഡിങ് മുതല് ഡ്രില്ല് മുതല് ടേൽസ് കട്ടിങ് എല്ലാ മെഷീനറിയും, മരം കട്ടിങ് എല്ലാ മെഷീനറിയും എന്റെ അടുത്തുണ്ട്. നമ്മൾ കൊറേ പുകപ്പര കണ്ടിട്ടുണ്ട് കേട്ടോ പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോ. പക്ഷെ ഇതുപോലെ ഒരു ടെക്നോളജി ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ഭയങ്കര ഐഡിയ ആണിത്. അതിന്റെ പൈപ്പ് പോകുന്നത് അങ്ങോട്ട് നോക്കിയാൽ കാണാം, മോളിൽ കൂടെ പോകുന്ന പൈപ്പ്. അത് പച്ചവെള്ളം വരുന്ന അടിയിൽ കൂടെ പോകുന്നുണ്ട്. അത് വേണമെങ്കിൽ അങ്ങോട്ട് എടുക്കാം. ഇത് ഭയങ്കര ഉപകാരമാണ് കേട്ടോ നമുക്ക് വീട്ടില് കുളിക്കാൻ ആവശ്യത്തിനൊക്കെ എല്ലാവർക്കും. അതെ, ഇതാണ് ചൂടുവെള്ളം പോകുന്ന പൈപ്പ് കണ്ടോ, അവിടെ വരെ ഇരുമ്പ് പൈപ്പ്. ഇത് ചൂടുവെള്ളം പോകുന്ന പൈപ്പാണ് ഇത്. ഇത് 10 അടിക്ക് 480 രൂപ വിലയുണ്ട് ഈ പൈപ്പിന്. 10 അടി ചൂടുവെള്ളം വന്നാൽ ഒന്നും ആവില്ല. ആ പൈപ്പാ പിന്നെ അങ്ങോട്ട് പോകും. കലത്തിന് എത്ര പൈസ വരും? കലത്തിന് ഒരു 10,000 രൂപ വരും. അതാ വലിയ കലല്ലേ, സ്റ്റീല് ഇത്ര കട്ട് ചെയ്യുന്നുണ്ട് അതിന്, അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ചു. എത്ര ലിറ്റർ? അതാ 60 ലിറ്റർ. 60 ലിറ്റർ. ഭയങ്കര വലുത്. ഇതുണ്ട് അല്ലേ, MM-ന്റെ കണക്കുണ്ടോ? ഉണ്ട്. ആ സ്റ്റീലിനുണ്ട് MM-ന്റെ. അത് നമ്മുടെ ഇരുമ്പാണെങ്കിൽ അതിന്റെ MM ഉണ്ട്, ഇത്ര MM. ആ കട്ടി കൂടിയ നല്ല സ്റ്റീലായിരിക്കണം, അല്ലെങ്കിൽ ആവി തട്ടിയിട്ട് പൊട്ടിപ്പോവും. അത്ര തീ കത്തുമ്പോ ഇതിന്റെ തട്ടിയിട്ട് ആവി പിടിച്ചു നിർത്താൻ പറ്റില്ല. ഈ പൈപ്പ് പച്ചവെള്ളം പോകും, അത് പച്ചവെള്ളം പോകുന്ന പൈപ്പ്. അതെ, ഏതെല്ലാം വേണമെങ്കിലും കൊണ്ടുപോവാ പച്ചവെള്ളം. ഇനി തീടുക. ഇങ്ങനത്തെ വലിയ വിറകല്ലോടാ അല്ലേ? ഏത് വിറക് ഇതൊന്നും നമ്മളൊന്നും ആക്കൂല. ഇത് വിറക് ചിരട്ട എല്ലാ സംഭവങ്ങളും അല്ല, ഈ വിറക് പൊട്ടിക്കൂല. പൊട്ടിച്ചാൽ പെട്ടെന്ന് ആളി കത്തിപ്പോവും. കണലായിട്ട് കിടക്കണം. അതിങ്ങനെ നീറി ഇങ്ങനെ പൊഞ്ഞ് കിടക്കും, ആളി കത്തൂല. വലിയ കഷ്ണം ഉരുളനായിടുന്നേ ഷീറ്റ് വെക്കാൻ. കത്തിക്കാനായോ? കത്തിക്കാൻ പോവാ. വലിയ വലിയ മുട്ടിയോ? അല്ല, അത് ആദ്യം ചെറുതിടും. ഹലോ അച്ഛന്മാരെ, ഉമ്മയർച്ച എവിടെ പോന്നാ? നല്ല അടിപൊളി സ്ഥലല്ലേ? നല്ല അടിപൊളി സ്ഥലമാണ്. എന്തായാലും പുറകിലൊരു കെട്ടൊക്കെ അടുത്ത കഷ്ടം പൂവ ചൂടിയില്ലേ. അങ്കിള് ഓരോ സാധനങ്ങൾ എടുത്തോണ്ട് വരാൻ പോയതാണേ. അങ്കിളുടെ വീടാട്ടത്. വീടെല്ലാം അങ്കിള് തന്നെ ഉണ്ടാക്കിയ വീടാണ് കേട്ടോ. മെഷീൻ പേരെ കണ്ടില്ലേ, എല്ലാ സെറ്റപ്പും ഉണ്ട്. ഷീറ്റ് അടിക്കുന്നതിന്റെ കൂടെ തന്നെ ഷീറ്റ് കഴുകി പോകാനുള്ള പൈപ്പും വെള്ളമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആസിഡിന്റെ വെള്ളം എല്ലാം കഴുകി പോകാനുള്ള ടാങ്കിലോട്ടാ പോവാ. വെള്ളം അവിടുന്ന് ഡയറക്റ്റ് വരികയും ചെയ്യും. ഷീറ്റ് കണ്ടോ, വേറെ എക്സ്ട്രാ പൈപ്പാണ്. സാധാരണ ഷീറ്റ് അടിച്ചു കഴിഞ്ഞാൽ ആസിഡ് വെള്ളം ഒന്ന് വെള്ളത്തിൽ മുക്കി ഒന്ന് കഴുകി കളയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ ചിലർക്ക്. അപ്പൊ ഇത് അങ്ങനെ കഴുകി കളയാനുള്ള വെള്ളം പൈപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കി വിറകെല്ലാം ഇഷ്ടംപോലെ കൊണ്ടുവന്ന് അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒക്കെ കത്തിക്കാനുള്ളതാണ്. അങ്കിള് വരട്ടെ എന്നിട്ട് കത്തിക്കാൻ നമുക്ക്. നമ്മളതിൽ പറ്റൂല. നമ്മളത് തട്ടിക്കൂട്ട് സിമ്പിൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക്, അതും വാടകയ്ക്കൊക്കെ വന്ന് നിൽക്കുന്ന ആൾക്കാർക്ക്, പല സ്ഥലങ്ങളിൽ പോയി നിൽക്കുന്ന ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന ഒരു പുകപ്പരയാണ് നമ്മൾ. അത് ഏകദേശം ഒരു 2,000-3,000 രൂപേന്റെ ഉള്ളിലുള്ള ബഡ്ജറ്റിലുള്ള പുകപ്പര. ഒരു 10-100 കട്ട കൊണ്ടുള്ള വെട്ടുകല്ല് വെച്ചിട്ടുള്ള തട്ടിക്കൂട്ട്. പക്ഷെ അത് ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നമ്മള് ഒരെണ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളെ വീട്ടിട്ട്. നെട്ടും ബോൾട്ടൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ടോ ഈ ഫാക്ടറികളിലുള്ള മെഷീൻ പോലെ? അങ്കിള് ഭയങ്കര ഐഡിയ ഉണ്ടോ, ഫുൾ ഭയങ്കര ബ്രില്യന്റ് ആയിട്ടുള്ള ആളാണ് അങ്കിള്. നിങ്ങൾ അങ്ങനെ നിസ്സാരമായിട്ട് കാണണ്ട. അത്രയും ഇതില് ഒറ്റ സ്വന്തമായിട്ടുള്ള ഐഡിയയില് ചെയ്തിട്ടുള്ളതാണ്. മാത്രല്ല വേറെ ഉണ്ട്, നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വീഡിയോകൾ കാണാം. അതെ, ചാര എടുത്തോണ്ട് വരാൻ പോയതാ. ഇതെന്താ മണ്ണെണ്ണ ആക്കിയതാ? മണ്ണെണ്ണ കിട്ടാല്ല, ഡീസൽ. ഓ, ഫുൾ ടൈം തിരക്കാണ്. ബേസിക്കലി ഒരു കർഷകനാണ് അങ്കിള്. എന്തെങ്കിലുമൊക്കെ ആയിട്ട് പച്ചക്കറികളായിട്ടും അതല്ലെങ്കിൽ എന്തെങ്കിലും മീന്, കോഴി വളർത്തല്, അങ്ങനെ മീൻ വളർത്തൽ എല്ലാ സംഭവങ്ങളും ഉണ്ട് വീട്ടില്. ഫുൾ ബിസിയാണ്. എപ്പോഴും ഇങ്ങനെ കിട്ടില്ല. കുറെ ദിവസമായി ഞങ്ങൾ പുറകിന് നടക്കണേ, ഞങ്ങളൊന്ന് വന്നാലും നമുക്ക് കുറച്ച് വീഡിയോ എടുക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്കിള് ഫുള്ള് തിരക്കാണ്. അപ്പൊ അങ്ങനെ ഒന്ന് ഒഴിഞ്ഞ് കിട്ടിയതാണ് ഇപ്പൊ 2 ദിവസത്തേന്. അങ്കിളുടെ പ്രായം കൂടി പറഞ്ഞു. അങ്കിളിന്റെ പ്രായം കൂടെ പറഞ്ഞു വന്ന്. ചെറുപ്പം. ഞാൻ രാവിലെ 2 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടിട്ടാ വന്നത്. അത് മതി.
ഇത് 4 ദിവസത്തേക്ക് കണ്ടീഷനായി. ഇത്ര വറകിട്ട 4 ദിവസത്തേന് 4 ദിവസത്തേക്കായി. ഷീറ്റും പുകയാവും. അതെ. പിന്നെ ഇപ്പൊ ഷീറ്റ് കുറവായോട്ടോ, ഉണങ്ങിയല്ല ഷീറ്റ്, അതുകൊണ്ട് അല്ലെങ്കിൽ കട്ടിയല്ലേ ഇടുള്ളൂ. വലിയ കഷ്ടം. അല്ലാതെ മറ്റേ പുകയ്ക്കായിട്ട് നമ്മള് വേറെ ചകിരിത്തോണ്ട് അല്ലെങ്കിൽ ചകിരിത്തോണ്ടൊന്നും നമ്മളിട്ടില്ല. നമ്മള് നല്ല റബ്ബറിന്റെ അതിന്റെ ഇതിന്റെ ഒക്കെ മരത്തിന്റെ അങ്ങനെയുള്ള നമ്മള് ഉപയോഗിക്കുന്ന പോലത്തെ അങ്ങനത്തെ സാധനങ്ങളൊന്നും വേണ്ട. ചകിരിത്തോണ്ട് സാധനങ്ങളൊന്നും വേണ്ട. ഇത് മാത്രം ഓൺലി വിറക് വെച്ചിട്ടുള്ള പരിപാടിയുള്ളൂ. പുക വരുന്നാണ്ടില്ലേ. ഇനി അത് റെയിൽവേക്ക് പാളമിടുന്ന സാധനമില്ലേ, അത് നിക്കുന്നുണ്ടോ? ഇതാണ് ബോവെന്ന് പറഞ്ഞത്. റെയിൽവേക്ക് പാളമിടുന്നത് 100 കൊല്ലം ഇരുന്നാലും മണി കിടന്നാലും പച്ച കിടൂല. കണ്ടോ മരോ? ഇതാ ബോവെന്ന് പറഞ്ഞ സാധനം കണ്ടോ, അതായിരുന്നു. അതിട്ട് പുകയില്ല, ചൂട് എന്ത് ചൂടായിരിക്കുന്നില്ല, കൽക്കരി എന്നൊക്കെയാലും ചൂടായിരിക്കും. ഇതാണ് ആ മരം. ഇതാ ബോവ് എന്നറിയാം. ബോവ് കണ്ടോ, ഇതാണ് ആ മരം ബോവ്. ഇതുണ്ടോ നിൽക്കുന്നുണ്ടോ, എങ്ങനെ പോകുന്നറിയോ? ഭയങ്കര വില ഇനി ഇവിടെ. ഇവിടെ നിന്ന് വെട്ടിയ മേടിക്കുന്നല്ലോ. അല്ല എല്ലാം ഇവിടെ പറഞ്ഞിട്ടുള്ള. ഇതിനകത്ത് 10, 13, 15 പോകുന്നുണ്ട് ഇങ്ങനത്തെ ഐറ്റുള്ള. ചെറുതൊക്കെ വെട്ടും, വലുതൊന്നും വെട്ടില്ല. വലുത് വെട്ടിയ ഇവിടെ മരം വെട്ടാൻ ലൈസൻസ് ഇല്ല, കമ്മേഴ്ഷ്യൽ വെട്ടാൻ പാടില്ല നിയമം. പിന്നെ എല്ലാരും വെട്ടി കത്തിക്കുന്നുണ്ട്, അതവർക്ക് അറിയാൻ ചെയ്യാം. ഒന്നും ചെയ്യാൻ പറ്റില്ല, മരം വെട്ടാൻ. നമുക്ക് പെര പണിയാണെങ്കിൽ കൊടുത്ത ഒരു 5 കൊല്ലം കൊണ്ട് കള്ളാസ് ശരിയായി കിട്ടും. 5 കൊല്ലം കൊണ്ട് കന്നാലിന് ഇറക്കാൻ പാടില്ല. മരം വെട്ടുകയും കന്നാലിന് ഇറക്കി, ഈ 2 കേസാ. തലവോ ഹൈക്കോടതി പോലെ ജാമ്യം കിട്ടുള്ളൂ ഒരു കന്നാലിനൊക്കെ ഒന്ന് ഇറച്ചി പിടിച്ചാൽ. അറിയോ, അടുത്ത ദിവസം ഒരാളെ വെടിവെച്ച് വന്നു കാസർഗോഡ്. പുത്തൂരിന്റെ കന്നാലിനൊക്കെ എടുത്തിട്ട് പിന്നെ ചത്തുപോയില്ലേ. ആള് മരിച്ചു, വണ്ടിക്കിട്ട് അയാളുടെ കാലിന്റെ എവിടെയാ പിടി, ആള് മരിച്ചു പോയില്ലേ. പശുവിനെ ഇവിടുന്ന് കൊണ്ടുപോയതായിരിക്കും. ഇവിടുന്ന് കാസർഗോട്ടേക്ക് കൊണ്ടുപോതാ. ഇതൊക്കെ ഉണ്ടോ പാവൽ കൃഷികള്? ഇതൊക്കെ ചെറിയ ചെറിയ കൃഷികളൊക്കെ ഉണ്ട് കേട്ടോ. കട്ട് ചെയ്ത് ഇടണ്ടേ. ഇനി അടുത്ത പരിപാടി തുടങ്ങാം. ഇതെന്താ ബൾബല്ല അഴിച്ചു മാറ്റാ? പുകയല്ലേ. ഇനി വേണമെങ്കിൽ ഒന്നാടെ അയ്യോ എടുക്കുന്നുണ്ടോ? അല്ല ചൂടുവെള്ളമായ ഒന്നാടെ കുളിക്കാന്ന് പറയത്. അതിന് ഞങ്ങള് വരുമ്പോ അങ്കിളില്ലല്ലേ, എവിടെ പോയില്ലേ? സോയാബീൻ ഇല്ലേ പഠിക്കാൻ പോതാ, അന്ന് പോയി കാണണം. സോയാബീൻ സംഭവങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇതെന്താ സോയാബീൻ തിന്നല്ലേ വെജിറ്റേറിയൻ ബിരിയാണി? അതോ റംബൂട്ടാന്റെ തൈയാണോ? ബഡ്ഡാ. അപ്പൊ നമ്മളെ പുകപ്പര തീ കത്തിച്ചിട്ട് നമ്മളൊന്നും ഇങ്ങനെ കറങ്ങി നടന്നു വരും കേട്ടോ. ഇനി അതെന്തായി ഒന്ന് നോക്കാം നമുക്ക്. ഭയങ്കര തീയാട്ടോ, നോക്കി നല്ല കത്തി പിടിച്ചു. റബ്ബർ കനം കുറഞ്ഞല്ലേ, അതെന്താ ചൂടങ്ങാണ്ട് തുടങ്ങി കഴിഞ്ഞാൽ മുഴുവൻ ഇഷ്ടം വെച്ച് കെട്ടിയേക്കുന്നല്ലേ. അത് ഏതാണ്ട് ഒരു 100ഓളം ബിയറിന്റെ ഉപ്പ് അടിയിലുണ്ട്. ഇതിന്റെ അടിയില് ആ ചൂട് പോകാതിരിക്കാൻ അറിയില്ല അതിനെ പറ്റി. അത് ഈ മന്തി ഉണ്ടാക്കുന്ന അവരെ കടയിൽ അങ്ങനെ അടുപ്പ് സെറ്റ് ചെയ്യുമ്പോ കാണാ കുപ്പിച്ചിലെല്ലാം ഈ ബേക്കറിയിലുണ്ട്, ബേക്കറിക്കാര് ചെയ്യും കുപ്പിച്ചില് പൊട്ടിച്ചിട്ട്. കുപ്പിച്ചില് ഇതേപോലെ അതെ ആ കീടനല്ലേ, ഇരുമ്പിന്റെ കീടൻ എല്ലാം ഇടും. ഇതിപ്പോ ഈ റബ്ബറിന്റെ വിറക് പെട്ടെന്ന് കത്തി തീരൂലേ? അല്ല ഇനി തീരൂല. അല്ല അങ്ങനെയല്ല, മറ്റുള്ള വിറകിനെ വിറകിനെ കഴിഞ്ഞു ഇത് വേഗം ചൂട് കുറവല്ല. അടച്ചാ പിന്നെ കത്തൂല, ഈ കാറ്റ് കയറുന്നുണ്ട്. ഇനിയില്ല, ഇനി കത്തൂല, ഇനി കെട്ടിട്ട് ചൂടും പുകയാണ് ഷീറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മളെ ഷീറ്റ് ഉണങ്ങുന്നതും. ഷീറ്റ് ഉണങ്ങ അതുപോലെ നമുക്ക് ഈ ഓട്ട ഇത് നമുക്ക് ഈ ഓട്ട ഇപ്പൊ നല്ലവർക്ക് കത്തിയില്ലേ. ഇതുപോലെ വേറെ ഷീറ്റിലാണ് അത് കത്തി പിടിച്ചാൽ ഉടനെ തന്നെ നമ്മൾ ഇത് അടയ്ക്കും. അടച്ചു കഴിഞ്ഞാൽ ഇതിന് വലിയൊരു തുളയിടും, ഇതിന് കമ്പിട്ട് ഒരു തുളയിടും. ഈ തുളയിൽ നമുക്ക് ഏറി വന്നാലേ തീ കത്തുള്ളൂ. അവച്ചരിച്ച് ഏറി ചെല്ലുമ്പോ അത് കത്തും, പിന്നെ ഏറെ അടയ്ക്കും. അത് ഇത് അടുപ്പിനകത്തോട്ടാണോ? അതിനകത്തേക്കാ. അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു പുകപ്പരേന്റെ വിശേഷങ്ങൾ കേട്ടോ. നല്ല അടിപൊളി പുകപ്പരയാണ്. ആർക്കെങ്കിലും ഇതേപോലെ ഉണ്ടാക്കണമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവർക്കൊക്കെ ഉപകാരപ്പെടും കേട്ടോ. അടിപൊളി പുകപ്പരയാണ് അല്ലേ അങ്ങളെ? അല്ല എനിക്ക് അടിപൊളി എന്ന് പറയാൻ പറ്റില്ല. അല്ല അടിപൊളിയാണ്, കിടിലനാണ്. അപ്പൊ നമ്മൾ തീ കത്തിച്ച് ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞ 1/2 മണിക്കൂറൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അപ്പൊ ഏകദേശം 1/4 മണിക്കൂറായി. അപ്പൊ വെള്ളം നോക്കാനീട്ടോ. പുക നല്ല ചൂട് കേട്ടോ, വെള്ളം ഭയങ്കര ചൂട്.
ഓ ഇഷ്ടം പോലെ വെള്ളം ധാരാളിക്കാൻ നമുക്ക് ഇഷ്ടം പോലെ ചൂടുവെള്ളം. മറ്റേത് നമ്മള് കലച്ചിലൊക്കെ ആവശ്യത്തിന് തിളപ്പിക്കാവുമ്പോ കുറേശ്ശെ നമ്മളെ ആവശ്യാനുസരണം നമുക്ക് തിളപ്പിക്കാൻ പറ്റുള്ളൂ. നല്ല ചൂടുണ്ട്, നല്ല ചൂട് വെള്ളം, അതില് തണുത്ത വെള്ളം, ചൂടുണ്ട്. അത് ഈ 40 പൈപ്പ് ഉണ്ട്, പൈപ്പിൽ കൂടെ വരണം, അതുകൊണ്ട് കുറച്ച് നേരം കഴിയും. ഇപ്പൊ ഇനി ആവി വരും ഇവിടെ. ഇത് ഇതിന്റെ വാൽവാണോ? ഇതല്ല, ഇത് പത്തോളം അങ്ങോട്ട് വന്നാലും ചൂടുവെള്ളം ഇങ്ങോട്ട് വരും. മോളില് പത്തോളം, അടിയിൽ ചൂടുവെള്ളം. കേട്ടോ, ഇപ്പൊ പോവാന്നില്ലേ? പുക വരുന്നുണ്ട്, നല്ല ചൂടുള്ള വെള്ളം. ഇതൊന്ന് കഴിയട്ടെ, നല്ല ചൂടുണ്ട് കേട്ടോ. പുക വരുന്നുണ്ട്. ഓഫാക്കട്ടെ? വേണ്ടേ? എടുത്ത് കഴിച്ചോ? കഴിച്ചോ? അപ്പൊ ഈ ഒരു ടെക്നോളജി എല്ലാ ആവശ്യമുള്ളവരൊന്ന് പരീക്ഷിച്ചു നോക്കട്ടോ. നല്ല കിടിലൻ ഐഡിയ ആണ്. ഒരു വടിക്ക് 2 പക്ഷി എന്ന് പറയുന്ന പോലെയാണ്. ഷീറ്റും പുകയിട്ട് ഉണങ്ങി കിട്ടും. ഇപ്പുറത്ത് നമുക്ക് ഒരു പ്രാവശ്യം തിളപ്പിച്ച് കഴിഞ്ഞാൽ 4 ദിവസം ചൂട് നിൽക്കും. ഇതിപ്പോ നമ്മള് വീട്ടിൽ ഇങ്ങനെ കുളിക്കാൻ ആവശ്യത്തിന് മാത്രമാണ് ഇപ്പൊ നമ്മള് നിലവിൽ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് അടുക്കളയിൽ വേറെ ചൂടുവെള്ളത്തിന്റെ ആവശ്യത്തിനോ കുടിക്കാൻ ആവശ്യത്തിനോ അങ്ങനെയുള്ള ഇവിടം വരെ പൈപ്പ് വന്നിട്ടുള്ളൂ. ഇനി പൈപ്പ് അങ്ങോട്ടെത്തും. എന്തെങ്കിലും ആവശ്യത്തിന് ഏതാനും ദിവസങ്ങൾക്കാണ് അങ്ങോട്ടെത്തും. ഇതല്ല, അവിടെ എത്തും ഇനി പൈപ്പ്. ഇത് ഒരുപാട് ഉപകാരപ്പെടുന്നതാണ്. ഈ കന്നാലിക്ക് മഴക്കാലത്തെല്ലാം കൊടുക്കാം. ഈ മഴക്കാലത്ത് ചൂടുവെള്ളം കൊടുക്കാം. അവിടെ ടാപ്പ് ഇടും. അങ്ങനെയൊക്കെയുണ്ട് സംഭവം. അങ്ങനെയൊക്കെയാണ് സംഭവം. നല്ല ചൂടുണ്ട്. ഇത് തിരിക്കണ്ടേ? അപ്പൊ നമ്മള് പുകപ്പരന്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത നല്ല വേറൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.